പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതം ഇങ്ങനൊരു സമയം കർത്താവ് എളിയവന്റെ ജീവിതത്തിൽ അനുവദിച്ചു തന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം തരുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വത്സനുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവവചനം പഠിക്കേണ്ടതിനുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. പ്രിയ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം നോർത്ത് ഇന്ത്യയിൽ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്നത് ഓർത്ത് യേശുവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ അനീഷ് കരിങ്ങാട്ടിൽ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാന് ദൈവത്തോട് ചോദിക്കായിരുന്നു, കർത്താവ് എന്ത് സംസാരിക്കണം? രാവിലെ എൻ്റെ മൂത്ത കുഞ്ഞിനെ വിട്ടിട്ടാണ് തിരിച്ചു വന്നത്. അതാണ് സ്വല്പം ഡിലേ ആയി പോയത്. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ഭാരവും ചിന്താകുലവും വളരെ വിഷമത്തോടുകൂടി ഭാവിയെ കാണുന്ന, ജീവിതത്തെ കാണുന്ന ആളുകളുണ്ടെന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു. കർത്താവ് സകല ചിന്താകുലവും നിങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യയിൽ ഉണ്ട്. അവൻ സകലത്തിനും സൊല്യൂഷൻ തരുന്ന ദൈവമാണ്. ആ ധൈര്യം ഉറപ്പുള്ളവരായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവിനാൽ ധൈര്യത്തോടെ ദൈവത്തോട് സംസാരിച്ചാട്ട് കുറച്ച് സമയം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ, അന്യഭാഷകളിൽ സംസാരിക്കേണ്ടവർക്ക് ദൈവത്തോട് അന്യഭാഷകൾ സംസാരിക്കാം. കർത്താവ് നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. സ്വർഗമേ, അങ്ങയുടെ അധികാരത്തോടെ മക്കളാക്കിയ അധികാരത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. പുത്രത്വത്തിന്റെ പദവിയും അധികാരവും ദൈവമേ, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാക്കിയ അധികാരത്തിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ. പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ജയത്തിനും സന്തോഷത്തിനും അത്ഭുതങ്ങൾക്കും സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളോട് സംസാരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാ ഹൃദയങ്ങളെയും തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രഭാതം വലിയ ദൈവത്തിന്റെ വലിയ കരം ജനത്തിന്മേൽ ചലിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാവരും പുതുബലം കൊണ്ട് നിറയപ്പെടട്ടെ, പുതുശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. വലിയ ദൈവിക സന്തോഷവും ചൈതന്യവും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും പകർന്നാട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രഭാതം ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദം കേൾപ്പിക്കണമേ, ഞങ്ങളുടെ വലിയ ശബ്ദം കേൾപ്പിക്കണമേ, ഉറപ്പിക്കണമേ, ധൈര്യമുള്ളവരാക്കണമേ. എല്ലാ വറീസും എല്ലാ ചിന്താകുലങ്ങളും കർത്താവ് എടുത്തു കളയണമേ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പലരെയും ഉറപ്പിക്കണമേ, വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ
10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. വായിക്കുന്നു. ലൂക്കോസ് 10:38 തൊട്ട് 42 വരെ. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ആമേൻ. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് വളരെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും സജീവമായി യാത്ര ചെയ്യും. അന്നത്തെ സമയത്ത് അത്യാധുനികമായ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. പലപ്പോഴും കാൽനടയായിട്ടാണ് യേശു സഞ്ചരിച്ചത് മുഴുവൻ. യേശു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു യാത്ര ചെയ്ത് ഒരു ഗ്രാമത്തിലെത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എത്താൻ പറ്റാതെ പോയ എത്രയോ യാത്രകളുണ്ടെന്നറിയാമോ? എത്താൻ, ഡെസ്റ്റിനിയിൽ പ്രാപിക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയാമോ? വളരെ സ്വപ്നം കണ്ടിട്ട്, വളരെ ആഗ്രഹിച്ചിട്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല ആരംഭങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ സമാപ്തിയിലെത്താൻ കഴിയാതെ പോകുന്ന എത്രയോ കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആരോടോ ദൂത് പറയുകയാണ്. നല്ല തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒടുക്കത്തിലേക്ക് വരാൻ സാധിക്കാതെ പരിമിതിപ്പെടുത്തുന്ന, വഴിയിൽ നിന്നെ അസ്ഥിരപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവ് നിന്റെ മേൽ പകരുകയാണ്. പറത്തനാദി പൂർത്തീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വെളിപ്പെടട്ടെ ഈ പ്രഭാതം. നല്ല പൂർത്തീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആ വാക്ക് നിങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ? അത്ഭുതങ്ങളുടെ പൂർത്തീകരണങ്ങൾ, കംപ്ലീഷൻ എന്റെ മേൽ സംഭവിക്കും. അത്ഭുതകരമാർന്ന പൂർത്തീകരണങ്ങൾ ദൈവം എനിക്ക് നല്ല സമാപ്തി വരുത്തും. നന്നായി കാര്യങ്ങളെ സ്വർഗം എക്സിക്യൂട്ട് ചെയ്ത് തരും. ദൈവം നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൈശാചിക മണ്ഡലം എപ്പോഴും ശ്രമിക്കുന്നത് ലക്ഷ്യത്തിൽ എത്തിക്കാത്ത നിലവാരത്തിൽ നമുക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ, അവരുടെ വിദ്യാഭ്യാസങ്ങള്, അവരുടെ ഭാവിയിൽ എങ്ങും എത്താൻ കഴിയാത്ത നിലവാരത്തിൽ പൈശാചിക മണ്ഡലം നിനക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആത്മീയ ജീവിതം എങ്ങും എത്താത്ത നിലവാരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പൈശാചിക മണ്ഡലം എപ്പോഴും ലക്ഷ്യത്തിൽ എത്താതിരിക്കാനാണ് എപ്പോഴും വെല്ലുവിളിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിന്റെ കൂടെ ജയിച്ചവൻ നിന്റെ കൂടെ നിൽക്കുകയാണ്. ആ ജയിച്ചവന്റെ കൂടെയാണ് നീ ഇന്ന് ഇരിക്കുന്നതെന്നുള്ള നല്ല ബോധം ഉണ്ടായിരിക്കണം. കർത്താവിന്റെ ഹൃദയം എന്ന് പറയുന്നത് നിന്നെ ജയിപ്പിക്കാനാണ്. നിന്റെ തോൽവി അല്ല ദൈവത്തിന് ഇഷ്ടം.
നിന്റെ ജയമാണ് ദൈവത്തിന് ഇഷ്ടം. കർത്താവ് നിന്നെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തോറ്റുപോയ പലരോടും പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജയങ്ങളുണ്ട് മുന്നിൽ. യേശുവിനോട് ചേർന്ന് നിൽക്കാമോ? നിന്നെ ജയിപ്പിക്കുന്നവൻ നിന്റെ കൂടുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ജയിപ്പിക്കുന്ന ഒരു അഭിഷേകവുമായി നിന്റെ കരം പിടിക്കാൻ പോവുകയാണ്. നീ തോക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്ന, ജയിക്കാനാ. ഒരു ഡിഫീറ്റഡ് ആത്മീയ ജീവിതമല്ല, പരാജയപ്പെടുന്ന ഒരു ആത്മീയ ജീവിതമല്ല, ജയിപ്പിക്കുന്ന നിലയിൽ നിന്റെ കാലുകളിൽ തന്നെ ദൈവം നിർത്തത്തക്ക നിലവാരത്തിൽ, സകല പരീക്ഷകളുടെ മേലും ജയിക്കുന്ന നിലവാരത്തിൽ, ഒരു ഓവർകമറിനെ പോലെ, ഒരു ജയാളിയെ പോലെ, കടന്നു ചെല്ലുന്നവനെ പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റി. അങ്ങനെ വിശ്വസിക്കണം. എന്റെ പേര് പുതുതാക്കിയവൻ, ജയാളി എന്ന് ആക്കിയവൻ എന്റെ കൂടെ ഉണ്ട്. യാക്കോബ് എന്ന പേരിനെ മാറ്റി ഇസ്രായേൽ ആക്കിയവൻ എന്റെ കൂടെ ഉണ്ട്. ഹമേൻ, എന്റെ കൂടെ ആ ദൈവം ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ പ്രഭാതത്തിൽ ജയത്തിന്റെ ഒരു അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാം. പക്ഷേ വഴി മധ്യേ ഭയങ്കര കാറ്റ് വന്നു. അവരുടെ ബോട്ട് ഒലച്ചു കളയത്തക്ക നിലവാരത്തിൽ അവരുടെ കൺട്രോളിൽ നിന്ന് പോയി. എക്സ്പീരിയൻസ് ഉള്ളവരാ, ബോട്ട് ഓടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ളവരാ, സെയിം കടലിൽ മീൻ പിടിക്കുന്നവരാ. കാറ്റിന്റെ ദശ, കാറ്റിന്റെ എല്ലാ പരിപാടികളും ഇവർക്കറിയാം, കടലിന്റെ മൂവ്മെന്റുകളെ എല്ലാം അറിയാം. എക്സ്പീരിയൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പലതും. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മ പറയാണ്, ഈ പ്രഭാതം ആത്മാവ് കറക്റ്റായിട്ട് ചെല്ലെ വിവേചിക്കുകയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്, പല മേഖലകളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ പല വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത് അടക്കിയതാ. പക്ഷെ ഈ വിഷയം നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്നു, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ ഇതിനകത്ത് ഒറ്റപ്പെട്ടു പോകത്തില്ല. ദൈവം പറയുന്നു, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. ഈ അധികാരം പ്രയോഗിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു നിന്നോട്. അധികാരം പ്രയോഗിക്കുവാൻ പരിശുദ്ധാത്മ നിന്നോട് പറയുന്നു. നീ ഡെസ്റ്റിനിയിലേക്ക് നിന്റെ പ്രതികൂലത്തെ കീറിക്കളഞ്ഞിട്ട് ഡെസ്റ്റിനിയിൽ ചെല്ലാൻ നിന്റെ മേലുള്ള അധികാരത്തെ പ്രയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നിന്റെ മതിലുകൾ ചാടി കടക്കുമെന്ന് നീ പറയണം. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. നീ പറയണം. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതം പരിശുദ്ധമ്മ പറയുകയാണ്, നീ പറയുക, നിന്റെ വാ തുറന്ന് പറയുക, ഞാൻ ഈ വിഷയത്തെ ഓവർകം ചെയ്യും, ഞാൻ ജയിച്ചു കയറും, ഞാൻ മുന്നേറും. അവിടെ എത്തിക്കാൻ എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ കാറ്റ് നീ അടങ്ങുക. ശുരാധാര വാക്കമ്പോറിയാന്തര. ഈ പ്രഭാതം പ്രോഫറ്റിക്കലായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ചില കാറ്റുകളെ അടക്കാനുള്ള അധികാരം നിന്റെ നാവിൽ ദൈവം തന്നിട്ടുണ്ട്. നീ അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം നിന്റെ മുമ്പിൽ കാറ്റ് പ്രതികൂലമായി നിൽക്കും. നിന്റെ മുമ്പിൽ അടങ്ങാത്ത ഒരു കാറ്റുമില്ല, ഒരു തെരയില്ല. ഈ തെര അടക്കാനുള്ള ചാവി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകളെ പറഞ്ഞ്, സ്തുതിയെ പറഞ്ഞ്, ആരാധനകളെ പകർന്ന് യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ നീ വചനം സംസാരിക്കാമോ?
നിന്റെ മുമ്പിൽ ഭയങ്കരമായി തോന്നുന്ന വെല്ലുവിളികൾ, രോഗശക്തികൾ ഇന്ന് രാവിലെ അടങ്ങുകയാണ്. അടങ്ങുക. ശുദ്ധാല ബോറ കത്തോരിയാന്തര. രോഗശക്തികളെ അടങ്ങുക. റുത്താല ബാക്കൗരിയാന്തര. ഫിനാൻഷ്യലായിട്ട് നിന്നെ ക്രൈസിസ് ചെയ്യുന്ന വെല്ലുവിളികൾ അടങ്ങുക. ശുദ്ധാരിയാന്തര. തലമുറകളുമായിട്ടുള്ള വിഷയങ്ങളിലെ വെല്ലുവിളികൾ അടങ്ങുക. ഹോറത്താര സത്തി ലക്കപ്പോറാന്തി. അടക്കാനുള്ള അധികാരം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. അടങ്ങട്ടെ, അടങ്ങട്ടെ. ഹോ മിനിസ്റ്റീരിയൽ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ അടങ്ങട്ടെ. ഹോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് പ്രകടമാകട്ടെ, വെളിപ്പെടട്ടെ. റോഥാന സത്ത ലക്ക താര താര. പരിശുദ്ധാത്മാവ് ചിലരെ ആക്സിലറേറ്റ് ചെയ്യാണ്. നിന്റെ അധികാരം പ്രകടമാകുന്ന ദിവസമാണ് ഈ പകൽ. യേശുവിന്റെ നാമത്തിൽ അത് പ്രയോഗിക്കുക, വെളിപ്പെട്ടു വരട്ടെ. ഉപയോഗിക്കുക, മൂർച്ച കൂട്ടുക. നിന്റെ മേൽ ഉയരത്തിൽ നിന്ന് അത്യന്ത ശക്തിയുണ്ട്. ആദിയാവരിക്കട്ടെ. ഓ, നീ ബോണഗേനാണ്, നീ വീണ്ടും ജനിച്ചവനാണ്, നീ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്, നിന്റെ വിത്ത് വേറെയാണ്. റബസോല, നീ ഭൂമിയിൽ നിന്നുള്ളവനല്ല, നീ വചനത്താൽ വീണ്ടും ജനിച്ചവനാണ്. ഹോ, നിനക്ക് സ്വർഗീയമായ അധികാരമുണ്ട്, നിനക്ക് വിശേഷമായ അഭിഷേകമുണ്ട്. ഹോ റബ്ബാരസീരിയ. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഈ പ്രഭാതം സംഭവിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാറ്റസിനെ ദൈവം മാറ്റുകയാണ്. സ്റ്റാറ്റസിനെ നിങ്ങൾ തിരിച്ചറിയുകയാണ്. ആമേൻ. ശിഷ്യന്മാരുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങള് പോകുക, ഗദരദേശത്തേക്ക് പോകുക, കൃത്യമായ ഡെസ്റ്റിനി ഉണ്ട്, പോകുക. അവിടെ എത്തി എന്നാ വായിക്കുന്നത്. ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും അവർ അക്കരെ എത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ പ്രതികൂലമൊന്നും ഒരു വിഷയമല്ല ബ്രദറെ. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എന്റെ അപ്പന് കഴിയും. നീ എത്തേണ്ടടുത്ത് തന്നെ എത്തും. നിന്റെ തലമുറകളോട് നീ വിശ്വാസത വിളിച്ചു പറയണം, തലേ കൈവച്ച് പ്രവചിക്കണം. നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. നീ ആത്മാവ് വിളിച്ചു പറയണം, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിന്റെ ഹസ്ബൻഡിനോട് നീ പ്രവചിക്കണം, നിന്നെ എത്തിക്കേണ്ടത് ദൈവം എത്തിക്കും. നീ നിന്നോട് തന്നെ പ്രവചിക്കണം, ഞാൻ എത്തേണ്ടടുത്ത് എന്റെ ദൈവം എന്നെ എത്തിക്കും. റോസ ലക്കംബോറ ഷൊതോനിയ ബാരക്കത്തീരിയ. ദൈവത്തിന് തടസ്സങ്ങൾ ഒരു വിഷയമല്ല. ദൈവത്തിന് നിന്റെ മേൽ നിൽക്കുന്ന ചലഞ്ചസ് ഒരു വിഷയമല്ല. തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എഴുന്നേക്കും. ദൈവം പ്രവർത്തിച്ചാൽ ആരവനെ തടുക്കും? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ മേൽ സംഭവിക്കുകയാണ് ഈ പ്രഭാതം. ആമേൻ. അവര് ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഈ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നതെല്ലാം ഒരു റിസപ്റ്റീവ് ഹാർട്ട് നമുക്കുണ്ടാകുമ്പോഴാണ്. സ്വീകരിക്കാൻ പറ്റുന്ന, ദൈവത്തെ സ്വീകരിക്കുന്ന, ദൈവിക സാന്നിധ്യത്തെ ആസ്വാദനത്തോടെ സ്വീകരിക്കുന്ന, വിശ്വാസത്തോടെ ദൈവവചനത്തെയും ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും സ്വീകരിക്കാവുന്ന ഒരു മനസ്സുള്ളപ്പോഴാണ് നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. റിബല്യസ് ഹാർട്ടുമായിട്ടിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. റിബല്യസ് ഹാർട്ട് ദൈവത്തിന്റെ പദ്ധതികളുടെ മേൽ ഒരു സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നെഗറ്റീവ് മനസ്സുമായിട്ടിരിക്കുന്നവരുടെ
ഒന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല. പലരുടെ ഹൃദയം മന്ദീഭവിച്ചു പോയിട്ടുണ്ട്, കഠിനപ്പെട്ടിട്ടുണ്ട്. കർത്താവ് ആ കഠിനതകളെല്ലാം ഈ പ്രഭാതം ഉരുക്കി കളയുന്നത് പോലെ, ഒരു മെഴുകുതിരിയെ ഉരിക്കുന്നത് പോലെ ഉരുക്കി കളയാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ഹൃദയത്തെ മനസ്സിനെ റെസ്റ്റോർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ അടുത്തൊന്ന് പശ്ചാത്തപിക്കാമോ? അപ്പാ, ഞാൻ പല വിഷയങ്ങളിൽ എന്റെ മൈൻഡ് കഠിനപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ. നിന്റെ അത്ഭുതങ്ങൾക്ക് യെസ് പറയാൻ കഴിയാതെ പോയിട്ടുണ്ട്. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് യെസ് എന്ന് പറയാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ അപ്പാ. എനിക്ക് എപ്പോഴും പോസിറ്റീവായി, റിസപ്റ്റീവായി സ്വീകരിക്കുന്ന തലത്തിൽ നിന്ന് കർത്താവെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായിക്കും. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, റിസപ്റ്റീവായി ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നമ്മള് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, ഇച്ഛിക്കുക. ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഭയങ്കര ആഗ്രഹം. നിന്റെ ആഗ്രഹമുള്ളവനെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നൽകട്ടെ. ഭയങ്കര ആഗ്രഹിക്കുക, ദൈവത്തെ ആഗ്രഹിക്കുക, ദൈവത്തിന്റെ പ്രവർത്തികളെ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുക. നീ 24 മണിക്കൂർ നെഗറ്റീവ് നീ ചിന്തിക്കണ്ട. അവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കനാനൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അവിടെ ഭയങ്കര മല്ലന്മാരുണ്ട് കേട്ടോ. ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ് കേട്ടോ. ഇവിടെ പ്രവർത്തിക്കാൻ പ്രയാസമാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഹോ, ഇത് പാസ്റ്റിനെ അറിയാൻ വയ്യാഞ്ഞിട്ടാ കേട്ടോ. ഈ വിഷയം അങ്ങനൊന്നും പരിഹരിക്കപ്പെടത്തില്ല കേട്ടോ. അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് റിസപ്റ്റീവ് ഹാർട്ട് ഇല്ല. ദൈവത്തെ അവരവരുടെ പോക്കറ്റിലിട്ട് ചുരുട്ടിക്കൂട്ടുക, ചെറുതാക്കുക. അവരുടെ ദൈവം ഒരു ചെറിയ ദൈവമാണ്, കുഞ്ഞു ദൈവം. അവരുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു ദൈവം അവരുടെ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനാണ്, സകലവും ചെയ്യാൻ കഴിയുന്നവനാണ്. ഈ ഉറപ്പാണ് നിനക്ക് റിസപ്റ്റീവ് ഹാർട്ട് ഉണ്ടാക്കി തരും. ദൈവത്തിന്റെ കാര്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു തലം നിനക്ക് തുറക്കപ്പെടും. ചില നിന്നെ കളിയാക്കുമായിരിക്കും, ഒരു പൊട്ട വിശ്വാസി. ദൈവത്തിന് വേണ്ടി ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കണം. എന്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും. ദൈവം എന്റെ കൂടെ ഉണ്ട്. റിസപ്റ്റീവ് ഹാർട്ട്. ഒറ്റുനോക്കാൻ പോയവര് അവര് എന്തോ സംഭവിച്ചത്, 2 പേര് വളരെ ശക്തമായി പറയുകയാണ് ഇസ്രായേൽ ജനത്തോട്, നമുക്കത് കിട്ടും. മല്ലന്മാരത് ഉള്ളതൊന്നും ഒരു വിഷയമല്ല, നമ്മളത് പിടിക്കും, ദൈവം നമുക്കത് തരും. കാഴ്ചകൾ കണ്ടിട്ടല്ല, വിശ്വാസത്തോടാ അവര് പറഞ്ഞത്. വിശ്വാസത്തോടാ അവരവിടുന്ന് പഴവർഗ്ഗങ്ങളെ തോളിലേറ്റി ചുമന്നുകൊണ്ട് വന്നത്. വിശ്വാസത്തോടാ. അല്ലെങ്കിൽ സ്പൈസ് ആയിട്ട് പോകുന്നവര് ഒരിക്കലും വലിയ കിലോ കണക്കിന് പഴങ്ങള്, ഫ്രൂട്ട്സ് തോളി ചുമന്നുകൊണ്ട് വരത്തില്ല. അതാണ് ഫെയ്ത്തിൽ ആക്ഷൻ. അവര് വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ പ്രഭാതം നീ വിശ്വാസത്താൽ സ്റ്റെപ്പ് നോക്കാമോ? എന്റെ ദൈവം എനിക്ക് ചെയ്ത് തരും.
എന്റെ ദൈവം എനിക്ക് ചെയ്തു തരും. വിശ്വാസത്താൽ പലതും തുടങ്ങാൻ പരിശുദ്ധാത്മ പറയുന്നു. നീ ഫെയ്ത്ത് ഇല്ലാത്തോണ്ട് ചുരുങ്ങിക്കൂട്ടി, ഓ അതെനിക്ക് തുടങ്ങിയാൽ പറ്റുമോ, അത് സാഹചര്യങ്ങളെ നോക്കി ഒരുപാട് അനുമാനങ്ങളാ. ഫെയ്ത്തിൽ നീ സ്റ്റെപ്പ് വെച്ചിറങ്ങി. ഈ പകൽ ധൈര്യത്തോടെ നീ ഇറങ്ങ. നിന്റെ ദൈവം നിന്റെ കൂടുണ്ട്. ഈ സമയം ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഞങ്ങളെ ചർച്ചില്, ഞങ്ങള് ഡൽഹിയിലാണ് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഒരു ഫാമിലി, പഞ്ചാബി ബ്രദറാണ്. അവന്റെ ബിസിനസ് എല്ലാം പൊട്ടി തകർന്ന് ഇരിക്കുന്ന സമയത്ത് അവനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണ്. സംസാരിച്ചു. പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ കുറെ ദിവസങ്ങളായി പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൻ ശൂന്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അവന്റെ ബിസിനസ് എല്ലാം തകർന്നിരിക്കുക. ഒരു ദിവസം ഉപവാസം പ്രാർത്ഥന അവന്റെ വീട്ടിൽ വെച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നീ കലം വായ്പ വാങ്ങുന്നത് പോലെ വായ്പ വാങ്ങി നിന്റെ ബിസിനസ് ആരംഭിക്കാൻ പറഞ്ഞു. അന്നേരം ഒന്നുമില്ല, അവന് ശൂന്യതയാ മൊത്തം. പക്ഷെ അവൻ വിശ്വാസത്താൽ അവൻ അതിനകത്തേക്ക് എടുത്തിയാടി. ഇപ്പം സ്വന്തമായി ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന 10-50 പേരോളം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് അവന്. അവന് കടമില്ല. ഈ റീസെന്റ് അവർക്കൊരു വീട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. പൊട്ടന്മാരെ കർത്താവിന് ഇഷ്ടമാണ്. ഈ പ്രഭാതം വിശ്വാസത്താൽ പലതും സ്റ്റെപ്പ് വെക്കാമോ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. അവൻ വൻ കാര്യങ്ങൾ ചെയ്തു വരും. ഈ വിശ്വാസം എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് തരട്ടെ. എനിക്ക് കർത്താവ് തന്ന ടൈം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേറെ ഏതെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ സംസാരിക്കാം. ഒരു വാക്യം എടുക്കാനേ പറ്റുള്ളൂ. കർത്താവ് ഏതെങ്കിലും ഒരു സമയത്ത് അവസരം തരുവാണെങ്കിൽ ബാക്കി നമുക്ക് സംസാരിക്കാം. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ ജോൺ വത്സലൻ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ദാസന് കുറച്ചേ പറഞ്ഞുള്ളെങ്കിലും എത്ര ശക്തമായിരുന്നു. പ്രതികൂലങ്ങളിൽ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളുടെ മുമ്പിൽ ചൂളിപ്പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരാജയത്തിന്റെ മുൻപിൽ ചൂളിപ്പോകാനല്ല. എന്നാൽ എന്തെല്ലാം കർത്താവ് അനുഭവിച്ച അത്രയും പ്രതികൂലങ്ങളും പ്രതികൂലങ്ങൾ കർത്താവ് ഒരിക്കലും പരാജയപ്പെട്ടില്ല. പ്രതികൂലങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു എന്നാൽ ആ പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിലൂടെ കർത്താവ് ജയാളിയായി തീരുകയായിരുന്നു. അതുകൊണ്ട് കർത്താവ് ജയാളിയായെങ്കിൽ കർത്താവിനോടൊപ്പം നമ്മള് ജയാളികളാകാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിനെ പറഞ്ഞു, ഈ മലയോട് മാറിപ്പോകാം എന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും. വിശ്വാസത്തോടുകൂടെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഈ മല മാറിപ്പോകണേ, നമ്മുടെ അസുഖം ഒന്ന് മാറ്റിത്തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് പറയാം. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഈ അസുഖത്തോട് കൽപ്പിക്കുക അത് മാറിപ്പോകാൻ. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ കർത്താവ് നമ്മിൽ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ ആത്മാവിൽ നാം ശക്തരായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം പോകാത്തപ്പോൾ പലപ്പോഴും നമുക്ക് മറുതലിക്കുന്നതായ ഒരു ഹൃദയമാണ്. നമ്മൾ കർത്താവിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്ന ചില ആളുകളുണ്ട്. നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സന്തോഷമില്ലാതെ നീരസപ്പെട്ട് മറ്റുള്ളവരോടും കർത്താവിനോടും ഒക്കെ നീരസപ്പെട്ടിരിക്കുന്ന
ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, അങ്ങനെ മറുതലിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹമോ ശക്തിയോ നമുക്ക് കാണുന്നതിനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഏത് പരാജയത്തിന്റെ മധ്യത്തിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സാത്താനോട് എതിർത്ത് കർത്താവിനെ കീഴടങ്ങിയിരിപ്പീൻ, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് എന്തെല്ലാം പരാജയങ്ങളാണ് നമ്മൾ നേരിടുന്നതെങ്കിലും, എന്തെല്ലാം പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നാം നിൽക്കുന്നതെങ്കിലും, പ്രിയമുള്ളവരെ, നമ്മൾ നിരാശരായി പോകാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് അവര് ആ ഗദരദേശത്തേക്ക് പോയത്. കർത്താവ് അവരോട് പോകാൻ, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു പറഞ്ഞതനുസരിച്ചാണ് പോയത്. എന്നിട്ടും ആ വഴി ഭയങ്കരമായിട്ടുള്ള, അവര് മരണത്തെ നേരിൽ കാണുന്ന രീതിയിലുള്ള, അവര് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കോളും കാറ്റും ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞു പോയാൽ നമ്മൾ വിചാരിക്കും എല്ലാം അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അനുഗ്രഹം മാത്രമാണ് കർത്താവ് തരുന്നത്. അങ്ങനെ നമ്മൾ ബൈബിള് ശരിയായിട്ട് പഠിക്കുന്നവര് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. കർത്താവ് അവരോട് പോകാന്ന് പറഞ്ഞു. അവര് ഭയങ്കരമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തിൽ അകപ്പെട്ട് അവര് നിലവിളിക്കുക, ജീവന് വേണ്ടി നിലവിളിക്കുന്നതായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്നൊക്കെ ചിന്തിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ പൗലോസിന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അറിയാം, എന്തെല്ലാം കഷ്ടപ്പാടുകളും അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള വേദനകളും ദുഃഖങ്ങളും. അത് ഓർത്തുകൊണ്ട് പറയുകയല്ല, എനിക്ക് കഷ്ടപ്പാടുകൾ വന്നു, അല്ലെങ്കിൽ ഞാൻ ഇനി ഇതിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പോകണ്ട പറയുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി എനിക്ക് സംഭവിച്ചതായ കഷ്ടപ്പാടുകൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി തീർന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അതിൽ എനിക്ക് അഭിമാനമാണ്. ഈ കർത്താവിന്റെ ക്രൂശിൽ ആണ് എനിക്ക് അഭിമാനം, അല്ലാതെ വേറെ ഒന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇതൊക്കെ വായിക്കുന്നതല്ലാതെ നമുക്ക് യഥാർത്ഥമായിട്ട് അതിനെ സ്വീകരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആക്കി തീർക്കുന്നതിനും നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. കർത്താവിന്റെ ദാസന് വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചല്ലോ. നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് കൊള്ളാം എന്ന് പറയുന്നതല്ല, അത് നമ്മൾ ഉൾക്കൊണ്ട് സ്വായത്തമാക്കി ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് പലവിധ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ ഈ ശക്തി, ഈ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതായ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിനെ നമ്മെ തന്റെ ആത്മാവ് മൂലം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് നമുക്ക് ഇപ്പോൾ ഇവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു.